നമസ്കാരം. മറുനാടൻ മലയാളിയും പാലാ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും സംയുക്തമായി നടത്തുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേയുടെ അവസാനഘട്ട ഫലം പുറത്തുവരുമ്പോൾ പ്രകടമാകുന്നത് UDF തരംഗമാണ്. തിരുവനന്തപുരത്ത് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്ന BJP വെറും 1% വോട്ടിന് മാത്രമാണ് പിന്നിട്ട് നിൽക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന് 33% വോട്ടുകൾ കിട്ടുമ്പോൾ 32% വോട്ടുമായി തൊട്ടുപിറകിൽ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനുമുണ്ട്. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഇടതു സ്ഥാനാർത്ഥി C ദിവാകരന് 29% വോട്ടുകളാണ് ലഭിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തിരുവനന്തപുരത്ത് നോട്ടയും മറ്റുള്ളവർക്കും ചേർന്ന് 6% വോട്ടുകൾ കിട്ടുന്നുണ്ട് എന്നതാണ്. ഈ വോട്ടുകൾ 2% മറിഞ്ഞാൽ തിരുവനന്തപുരത്തെ ഫലം മാറിമറിയും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലെ പ്രചാരണത്തിന്റെ ഗതി അനുസരിച്ചായിരിക്കും അനന്തപുരിയുടെ അന്തിമ ഫലമെന്ന് വ്യക്തമാണ്. മറുനാടൻ മലയാളി നടത്തിയ ഒന്നാം ഘട്ട സർവേയിലും UDFന് തന്നെയായിരുന്നു മുൻതൂക്കം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നടന്ന ആ സർവേയിൽ UDFും LDFും തമ്മിലായിരുന്നു മത്സരം. എന്നാൽ കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായി വന്നതോടെ LDF മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ്. ആദ്യഘട്ടത്തിൽ UDFന് 33% വോട്ടുകളും LDFന് 31%വും NDAക്ക് 30%വുമായിരുന്നു വോട്ട് വിഹിതം. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ UDF അതേ വോട്ട് നിലനിർത്തുമ്പോൾ LDF വോട്ട് 31-ൽ നിന്നും 29-ലേക്ക് കുറയുകയാണ്. NDAയുടെ വോട്ട് ആകെ 30-ൽ നിന്ന് 32-ലെത്തുകയും ചെയ്തു. അതായത് തിരുവനന്തപുരത്ത് BJP പിടിക്കുന്നത് LDFന്റെ കൂടി വോട്ടുകളാണെന്ന് വ്യക്തം തന്നെ. ശബരിമല സമരവും കുമ്മനത്തിന്റെ വ്യക്തിപ്രഭാവവും എങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനന്തപുരിയുടെ അന്തിമ ചിത്രം. കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ 15,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് BJPയിലെ O രാജഗോപാലിനെ തോൽപ്പിച്ചത്. രണ്ടാം സ്ഥാനത്തെത്തിയ BJP LDFനേക്കാൾ 34,000 വോട്ടാണ് കൂടുതൽ നേടിയത്. എന്നാൽ ഇത്തവണ സമാനമായ സാഹചര്യമാണ് വരുന്നതെന്നാണ് സർവേ സൂചകങ്ങൾ വ്യക്തമാക്കുന്നത്. മണ്ഡല പുനർനിർണയത്തിനു ശേഷം ആദ്യം നടന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5,352 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥി VS ശിവകുമാർ വിജയിച്ചത്. 49,122 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഇടതുമുന്നണിയിലെ B സുരേന്ദ്രൻ പിള്ളയ്ക്ക് 43,770 വോട്ടുകൾ ലഭിച്ചു. BJP സ്ഥാനാർത്ഥിയായിരുന്ന BK ശേഖറിന് 11,519 വോട്ടുകളും പോൾ ചെയ്ത 1,07,092 വോട്ടുകളിൽ 45.87% ശിവകുമാറിന് ലഭിച്ചു. സുരേന്ദ്രൻ പിള്ളയ്ക്ക് 40.87%വും BK ശേഖറിന് 10.76% വോട്ടുകളാണ് കിട്ടിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമാണ് BJP നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ UDF 39,027 വോട്ട് നേടിയപ്പോൾ ഇടതുമുന്നണിക്ക് ലഭിച്ചത് 27,385 വോട്ടുകളാണ്. BJPക്ക് 40,835 വോട്ടുകളും ലഭിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP നില മെച്ചപ്പെടുത്തി. കോർപ്പറേഷനിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്കെത്തി. UDF കോർപ്പറേഷനിൽ മൂന്നാം സ്ഥാനത്ത് പോവുകയും ചെയ്തു. തിരുവനന്തപുരം നഗരസഭയിലെ 26 മുതൽ 30 വരെയുള്ള വാർഡുകളും 40 മുതൽ 47 വരെയും 59, 60, 69 മുതൽ 75 വരെയും 77, 78, 80 വാർഡുകളുമാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിൽ 2 വാർഡുകൾ മാത്രമാണ് UDFന് ലഭിച്ചത്. 11 വാർഡുകൾ LDFനൊപ്പവും 12 വാർഡുകൾ BJPക്കൊപ്പവുമാണ്.